ഏറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മഹത്തായ ഈ മസ്ജിദിന്റെ ഉദ്ഘാടന സുഫലമായ ഈ സായം സന്ധ്യയിൽ പഴയപള്ളി മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതി അംഗമെന്ന നിലയിൽ ഈ വേദിയിൽ നമ്മളോടൊപ്പം നിൽക്കുവാൻ സാധിക്കുന്നു. ചങ്ങനാശ്ശേരി പഴയപള്ളി മുസ്ലിം ജമാഅത്ത് ടൗൺ ജുമാ മസ്ജിദ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ സൂര്യാസ്തമയ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി പള്ളിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണം എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പവിത്രത നിറഞ്ഞ ഒന്ന്. മൻ ബന മസ്ജിദൻ ലില്ലാഹി ബനല്ലാഹു ബൈത്തൻ ഫിൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഈ ഭൂമുഖത്ത് ഒരു പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ ജന്നാത്തുൻ നഈമിൽ അവർക്കൊരു ഭവനം നിർമ്മിച്ചു നൽകുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ. വാർത്തകൾ വിശദമായി. പഴയപള്ളി മുസ്ലിം ജമാഅത്തിന്റെ പുനർനിർമ്മിച്ച ടൗൺ ജുമാ മസ്ജിദ് ഉദ്ഘാടനം 2025 ഫെബ്രുവരി 22 വൈകിട്ട് 6 പഴയപള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഹാജി എസ് മുഹമ്മദ് ഫുആദ് പള്ളി വഖഫ് ചെയ്ത് വിശ്വാസികൾക്ക് തുറന്നു നൽകിയത്. തുടർന്ന് ചേർന്ന സാംസ്കാരിക സമ്മേളനം കർണാടക നിയമസഭാ സ്പീക്കർ QT ಖಾದರ್ ಉದ್ಘಾಟನೆ ചെയ്തു. ಈ ಒಂದು ಚನ್ನಗಿರಿ ಮತ್ತು ಈ ಪ್ರದೇಶದ ಎಲ್ಲ ಮನಸ್ಸಿನ ದೊಡ್ಡ ಮನದ ಕನಸು ಏನಿತ್ತು ಅದನ್ನೆಲ್ಲ ನೆನಸಾಗಿ ಇವತ್ತು ಹಾಜಿ ಮೊಹಮ್ಮದ್ ಫುಆದ್ ಮತ್ತು ಈ ಒಂದು ಜುಮ್ಮಾ ಮಸೀದಿಯ ಕಮಿಟಿಯವರು ಮತ್ತು ಊರವರೆಲ್ಲ ಮಾಡಿ ಇವತ್ತು ಆ ಇಡೀ ಊರವರಿಗೆ ದೊಡ್ಡ ಮಟ್ಟದ ಖುಷಿ ಕೊಟ್ಟಿದ್ದಾರೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. പഴയപ്പള്ളി എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി ടൗണിലുള്ള ഈ ഒരു പഴയപ്പള്ളി അതിനെ പുതുക്കിക്കൊണ്ട് ആധുനിക രീതിയിലുള്ള ആധുനിക ശൈലിയുള്ള ഒരു പുത്തൻ പള്ളിയാക്കി മാറ്റുന്നതിൽ ശ്രമിച്ച ഈ പള്ളി കമ്മിറ്റിയുടെ എല്ലാ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ಅದಕ್ಕೆ ನಾನು ನಿಮಗೆಲ್ಲ ಶುಭಾಶಯ ಸಲ್ಲಿಸಿ ಬಹುಶಃ ನಮ್ಮ ವಿಧಾನಸಭೆ ಅಧಿವೇಶನ ಆಗುವ ಸಂದರ್ಭದಲ್ಲಿ ತಾವು ಕೂಡ ಬಹುಶಃ ಇಲ್ಲಿ ಬರಬೇಕು. ಬಹುಶಃ ನಾನು ಸ್ಪೀಕರ್ ಆಗಿ ಆ ಸ್ಥಾನದಲ್ಲಿ ಕೂತ್ಕೊಂಡು ಆ ಸ್ಥಾನದ ಗೌರವ ಉಳಿಸಿಕೊಂಡು ನಮ್ಮ ಸಮಾಜದ ಸಮುದಾಯದ ಗೌರವ ಉಳಿಸಲಿಕ್ಕೆ ನಿಮ್ಮೆಲ್ಲರ മാർഗദർശന ദുആ ನನಗೆ അതി അഗത്യം ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಬಯಸ್ತೇನೆ. ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾ കർണാടക നിയമസഭ നടക്കാൻ പോവുകയാണ്. ഈ ഭാഗത്തുള്ള എല്ലാവരും കർണാടക നിയമസഭ സന്ദർശിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു. ಅದಕ್ಕೆ ಮತ್ತೊಮ್ಮೆ ನಿಮ್ಮೆಲ್ಲರ ದುಆ ನಾನು ಕೇಳಿಕೊಂಡು ನಿಮ್ಮೆಲ್ಲರ ಆ ಸಾಕು ನಾನು ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಮತ್ತೊಮ್ಮೆ ನಮ್ಮ ನೌಷದ್ ಅವರಿಗೆ ಬಹುಶಃ ನಮ್ಮ ಈ ಜುಮ್ಮಾ ಮಸೀದಿಯ ಅಧ್ಯಕ್ಷರಾಗಿರುವಂಥ ಗೌರವಂತ ಹಾಜಿ ಎಸ್ ಮೊಹಮ್ಮದ್ ಫಹದ್ ಅವರಿಗೆ ಕಮಿಟಿಯ ಸರ್ವ ಸದಸ್ಯರಿಗೆ ಎಲ್ಲಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಪಾಣಕಾಡ್ ಸೈಯದ್ ಮುನವರ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಳವರಿಗೆ ನನ್ನ ವಿಶೇಷವಾದ ಧನ್ಯವಾದ ಸಲ್ಲಿಸಿಕೊಂಡು ವೇದಿಕೆಯ MP, MLA, ಸ್ಥಳೀಯ ಕೌನ್ಸಿಲರ್ ಎಲ್ಲ ನಮ್ಮ ಚರ್ಚಿನ ಗುರುಗಳು ಮತ್ತು ನಮ್ಮ ಇನ್ನಿತರ ಎಲ್ಲ ಧಾರ್ಮಿಕ ಮುಖಂಡರಿಗೆ ಮತ್ತು ನಮ್ಮೆಲ್ಲ ಉಲೆಮಾಗಳಿಗೆ ನನ್ನ ಶುಭಾಶಯ ಸಲ್ಲಿಸಿ ಎಲ್ಲರ ದುಆ ನಾನು ಕೇಳಿಕೊಂಡು ಎರಡು ಮಾತು ನಿಲ್ಲಿಸ್ತೇನೆ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹാജി എസ് മുഹമ്മദ് ഫുആദ് അധ്യക്ഷത വഹിച്ചു. യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ്, കൊടിക്കുന്നിൽ സുരേഷ് MP, ജോ മൈക്കിൾ MLA, പള്ളി ഇമാം മുസ്തഫ സുഹ്രി, ഉഷ മുഹമ്മദ് ഷാജി, വൈസ് പ്രസിഡന്റ് ഹക്കീം പാറയിൽ, സെക്രട്ടറി സാജിദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ്, ട്രഷറർ ഹാജി ഷെരീഫ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു. 1978 സ്ഥാപിച്ച പഴയപള്ളിയുടെ തൈക്കാവ് ആയി പ്രവർത്തിച്ച മസ്ജിദ് 1.5 കോടി രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മിച്ച് ജുമാ നമസ്കാരത്തിന് സൗകര്യമുള്ള പള്ളിയായി ഉയർത്തിയത്. 600 പേർക്ക് നമസ്കരിക്കാവുന്ന പൂർണ്ണമായും ശീതീകരിച്ച പള്ളിയിൽ വിദേശ നിർമ്മിത സാങ്കേതിക വിദ്യയോടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പള്ളിയുടെ താഴികക്കുടങ്ങളും മിനാരങ്ങളും ചങ്ങനാശ്ശേരി ടൗണിൽ സ്ഥാപിതമായ ജുമാ മസ്ജിദ് എന്ന നിലയിൽ യാത്രക്കാരായവർക്കും കച്ചവട ആവശ്യങ്ങൾക്ക് എത്തുന്നവർക്കും വ്യാപാരികൾക്കും ഉപകാരപ്രദമാണ്. രാഷ്ട്രീയകം ന്യൂസ് ചങ്ങനാശ്ശേരി.